ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വിനാർട്സ് ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പോപ്പപ്പ് കാർഡാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതും പ്രസ് ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ ഈ കാർഡ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ക്രാപ്പ് ബുക്ക് വേണം, അത് പല കളറിലുള്ള ഷെയ്ഡ്സുള്ള പേപ്പർ നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ ഇതുപോലത്തെ ഡെക്കറേറ്റീവ് പേപ്പേഴ്സ് വേണം കവർ ചെയ്യാൻ. ഇനി ഒരു സ്കെയിലും പെൻസിലും നമ്മുടെ മെഷർമെൻറ്റ്സ് വയ്ക്കാൻ ഒരു ഗം, ഒരു സിസേഴ്സ്. ഇനി നമ്മൾ ആ കളർ ഷീറ്റിൽ നിന്ന് ഇങ്ങനൊരു പേപ്പർ നമുക്ക് വെട്ടിയെടുക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് 9 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്റർ. ആ മെഷർമെൻറ്റിൽ നമുക്കൊരു കഷ്ണം പേപ്പർ നമുക്ക് ആ കളർ പേപ്പറിൽ നിന്ന് വെട്ടിയെടുക്കാം. ഞാനപ്പം നമുക്ക് മെഷർമെൻറ്റ്സ് ഞാൻ എഴുതി ക്ലിയറായിട്ട് കാണാൻ വേണ്ടി ഞാനിവിടെ വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ പേപ്പർ ഞാനിപ്പോൾ നേരെ നടുക്കൂടെ ഫോൾഡ് ചെയ്യുവാണ്. നമുക്ക് ഫസ്റ്റ് ഇതിന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വീണ്ടും അതിന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്നും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പേപ്പറിന് ഇങ്ങനെ ഇരിക്കുന്ന പേപ്പർ ഇപ്പം നടുക്ക ഫോൾഡ് ചെയ്തതിൻ്റെ മാർക്സ് വരുന്നുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയും ഫോൾഡ് ചെയ്തതിൻ്റെ 2 മാർക്സ് ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കതിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കതിനെ ഇങ്ങനെ നമുക്ക് പയ്യെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു വീടിൻ്റെ ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ പടം വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പ്രൊജക്ഷനായിട്ട് ഇതിൽ വരും. നമ്മളിവിടെ വേറൊരു പേപ്പർ 11 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 28 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇവിടെ 11ഉം വലിയ സൈഡിൽ 28 മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഈ ഒരു പേപ്പർ നമ്മൾ അതിലോട്ട് ഒട്ടിക്കാൻ പോവാം. ഞാനിപ്പം ഓൾറെഡി ചെയ്ത് വെച്ചതാണ് ഞാൻ കാണിക്കാൻ. ഇങ്ങനെ വരും. നമ്മൾ ആ മെഷർമെൻറ്റിൽ നമ്മളിപ്പോൾ ചെയ്ത ഈ പോർഷൻ, അതായത് അതിൻ്റെ ഈ ട്രയാങ്കിളില്ലേ, ഈ മേളിൽ വരുന്ന ഈ ട്രയാങ്കിൾ പോർഷനും ഈ താഴത്തെ ട്രയാങ്കിൾ പോർഷനും മാത്രമേ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ നമ്മളിത് ചെയ്തു. അതതിൽ സ്റ്റിക്ക് ചെയ്തെടുത്തു. നമുക്ക് ഏകദേശം ഇതുപോലെ ഒരെണ്ണം കിട്ടും. നമ്മൾ വേറൊരു പേപ്പർ 9 സെൻറ്റിമീറ്റർ വിത്തും 24 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണ്. ഒന്ന് നടുക്കൂടെ ഇങ്ങനെ മടക്കി, എന്നിട്ട് ഒരെണ്ണം നമ്മൾ തിരിച്ചിങ്ങോട്ട് മടക്കും. എന്നിട്ട് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കും. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതിൻ്റെ ഇതിൻ്റെ നമുക്കൊരു മിഡിൽ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ആ മിഡിൽ പോർഷനിൽ ഇതിൻ്റെ ഈ നേരെ ഹാഫായിട്ടുള്ള ഭാഗം ഇവിടെ നിന്ന് നമ്മൾ ഞാൻ മിഡിൽ പോർഷനോട് ചേർന്ന് വയ്ക്കുക. മിഡിൽ പോർഷൻ അന്ന് ഷുവറാക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, ഇങ്ങനെ വരുമ്പോൾ
വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെൻസിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഈ ഒരു കോൺ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ഭാഗത്തും അങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു പോർഷൻ. ഞാനവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇവിടെയും ഗമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസ് അങ്ങോട്ട് ഒട്ടിക്കുക. സെൻറ്റർ പോർഷനാണ് ഉറപ്പ് വരുത്തുന്നത്. ഇതുപോലെ തന്നെ ഈ പീസും അവിടെ ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിയുമ്പം ഇതിങ്ങനെ അടക്കാന്ന് വെച്ചാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളൊന്ന് ഇവിടെ ഒന്ന് അകത്തോട്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ അടയ്ക്കാം. അപ്പം നമുക്ക് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ കാർഡ് സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പം കാർഡ് റെഡി ആയിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയത് ഞാനിവിടെ മാറ്റി വെച്ചിട്ട് ഞാനിപ്പം വേറൊരു കളറിലൊരു നമ്മുടെ കാർഡിൻ്റെ ബേസ് ഞാൻ ഇവിടെ എടുക്കുവാണ്. ഞാനിവിടെ ബ്രൗൺ കളർ പേപ്പർ എടുത്ത് പിന്നെ ഞാൻ ഇപ്പം നമ്മൾ ചെയ്ത ഈ കാർഡ് ഞാൻ ഇതിൻ്റെ നടുക്കോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഇത് വെക്കണം. ഏകദേശം സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലൂ ഇടുവാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഇത് മാത്രമായിട്ടും നമുക്ക് കാർഡ് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റീവ് പേപ്പേഴ്സ് യൂസ് ചെയ്ത് കവർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് നിങ്ങൾക്ക് എഴുതാനുള്ള മെസ്സേജ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാർഡ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് ഞാനൊരു വേറെ കാർഡിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യുക. നമ്മൾ ഗ്ലൂ ഇട്ടതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഞാനിതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് എന്നിട്ട് ആ പോർഷനിൽ മാത്രം നമുക്ക് ഗമ്മിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് രണ്ട് സൈഡും ഫിക്സ് ചെയ്തു.
ഇപ്പം നമ്മുടെ കാർഡിൻ്റെ ബേസ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിങ്ങനെ 2 പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കാർഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിലും ഞാനിത് പേപ്പർ ഒട്ടിച്ചെടുത്തു. നമ്മൾ അകത്തും നമ്മളിങ്ങനെ പേപ്പർ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡും അതേപോലെ തന്നെ നമ്മളൊരു കവർ ഒട്ടിച്ചു.